ഈ അടുത്ത ദിവസം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രമുഖൻ നടത്തിയ അദ്ദേഹത്തിൻ്റെ സംഘടനാപരമായി നടത്തിയ ചില സംസാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സുന്നി യുവജന സംഘം എന്ന പേരിൽ കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേരിൽ ഒരു സർക്കുലർ നമ്മൾ കാണുകയുണ്ടായി. ആ സർക്കുലറിൽ പറഞ്ഞ അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ആ പോയിന്റ് മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അഥവാ ആ രാഷ്ട്രീയ പ്രമുഖൻ പ്രസംഗിച്ച ഒരു ഭാഗമെടുത്തുകൊണ്ട് അത് കേരളത്തിലുള്ള സുന്നികളുടെ ആദർശത്തിനെതിരാണ് എന്നതാണ് ഇതിൻ്റെ ആകത്തുക. നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇടയാളന്മാർ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം സുന്നി വിശ്വാസധാരയെ ഇകഴ്ത്തുന്നതും പരിഹസിക്കുന്നതും സുന്നി വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതുമാണെന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, പരിശുദ്ധ ഖുർആനിൽ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞ തൗഹീദിന്റെ ഉന്നതമായ കലിമ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അത് ആവർത്തിച്ച് ചർവണം പോലെ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ലാഹു പോരെ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കാൻ, അല്ലാഹ് ചോദിക്കാൻ. അപ്പോ ഈ രൂപത്തിലുള്ള പുരോഹിതന്മാർ സർക്കുലർ ഇറക്കി പറയുന്നു അല്ലാഹ് പോരാ, അല്ലാഹ് മാത്രം പോരാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അധപ്പതിച്ച വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇനി ഈ സർക്കുലർ ഇറക്കിയ ആള്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് കമ്മിറ്റിയുടെ 3 ആളുകളുടെ പേരും സ്ഥാനവും കൊടുത്താണ് അതിവിടെ കൊടുക്കുന്നത്. സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, ജമലുല്ലൈലി ജനറൽ സെക്രട്ടറി SYS, അതുപോലെ തന്നെ പിന്നൊരാളുള്ളത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, വർക്കിംഗ് സെക്രട്ടറി SYS. ഈ അബ്ദുൽ ഹമീദ് അമ്പല ഫൈസിയെ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് KSRTC ബസ്സിനോട് ഉപമിക്കുകയും ഔലിയാക്കന്മാർ മുഖേന, അമ്പിയാക്കന്മാർ മുഖേന, സ്വാലിഹീങ്ങൾ മുഖേന, അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള മരണപ്പെട്ടു പോയ വലിയമാർ അവർ മുഖേന തേടുന്നത്, അള്ളാഹിനോട് തേടുന്നത് ബെൻസ് കാറിനെയും ഉപമിച്ച വ്യക്തിയാണ് ഈ അമ്പലക്കടവ് ഫൈസി. അതൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി ആ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. അവിടെയാണ് സംശയം, അവിടെ വരണം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത്, ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ, അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നത്, സഹായമർത്ഥിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന തല്ലിപ്പൊളി KSRTC പോലെയാണ്. ഔലിയാക്കന്മാർ മുഖേന ആകുമ്പോൾ അത് ബെൻസുകാർ പോലെയാണ് എന്ന് പ്രസംഗിച്ച ഈ പുരോഹിതനാണ് ഇന്നും ഈ രൂപത്തിൽ സർക്കുലർ ഇറക്കി. ഇന്നത്തെ ഈക്ക് സമസ്തയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഷജറ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രൂപത്തിൽ നമ്മൾ പറയണതല്ല, അതിൻ്റെ ആളുകൾ എന്നെ വിശേഷിപ്പിക്കുന്ന ശ്രേഷ്ഠനാവാണ്. അപ്പോൾ ഈ വിശ്വാസം അള്ളാഹു മാത്രം, ഇടയാളന്മാർ വേണ്ടതില്ല എന്നത് സുന്നി ആദർശത്തിന് എതിരാണ്. ആരാണ് ഈ സുന്നി? സുന്നി എന്ന് സ്വന്തമായി പരിചയപ്പെടുത്തുക, വിശുദ്ധ ഖുർആനുമായോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുമായോ കുലബന്ധം പോലുമില്ലാത്ത ഒരു സംഘടന വന്നുകൊണ്ട് സുന്നി എന്ന് പറയുന്നു. നമ്മളെ നാട്ടുകാർ പലരും അതിനെ സുന്നി എന്ന് ഓമന പേരിട്ട് വിളിക്കുന്നു. സമസ്തായിസമാണത്, സമസ്തക്കാരുടെ മാത്രം ആദർശമാണ്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരൊന്നും പഠിപ്പിക്കാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കാണാത്ത, സ്വഹാബിമാരുടെ ജീവിതത്തിൽ കാണാത്ത, താബിഈങ്ങളുടെയോ തബൗ താബിഈങ്ങളുടെയോ ജീവിതത്തിൽ കാണാത്ത ഈ രൂപത്തിൽ ഇസ്ലാമിന് പൂർണ്ണമായും അന്യമായ ഇസ്ലാമിക ആദർശ പ്രമാണങ്ങൾക്ക് അടിസ്ഥാന വിരുദ്ധമായ കാര്യങ്ങൾ ഈ രൂപത്തിൽ പറയാൻ,
അതെന്നിട്ട് സുന്നി എന്ന പേരിൽ അതിന് മുകളിൽ കെട്ടിവെക്കുന്ന ഒരു വാർത്ത. അള്ളാഹിനോട് തേടുമ്പോൾ പലപ്പോഴും അത്തരം മാലകളിലൂടെ, മൗലൂദുകളിലൂടെ അവർ സാധാരണയായി ഇത് ധാരാളമായി പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ബദരീങ്ങളെ ഇടയാളന്മാരാക്കി തേടിയാൽ അള്ളാഹ് പെട്ടെന്നത് കേൾക്കും എന്നാണ് പറയുക. എല്ലാ മേഖലയിലും ജീവിതത്തിന്റെ ഏതെല്ലാം പ്രതിസന്ധിയുണ്ടോ, ഏതെല്ലാം പ്രയാസങ്ങളുണ്ടോ, ആ മേഖലകളിലെല്ലാം ബദരീങ്ങളെ അവർ ഇടയാളന്മാരാക്കി കൊണ്ടുവരുന്നു. കച്ചവടം, കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദരീങ്ങളുടെ ബറക്കത്തിനാൽ ശരിയാക്കണം യാ റബ്ബന. എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളുടെ ബറക്കത്തിനാൽ യമൈ കാക്കണം യാ റബ്ബന. ദണ്ണംബാബ സൂരിയും മറ്റുള്ള ദീനമടങ്ങലും ബദരീങ്ങളുടെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ദാഹുമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനബനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന. ഇങ്ങനെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളുണ്ടോ അവിടെയെല്ലാം അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം ഈ രൂപത്തിൽ മരണപ്പെട്ടു പോയ ആളുകളെ കൊണ്ടുവന്ന് ഇടയാളന്മാരാക്കി കൊണ്ടുവരുന്ന ഈ ഒരു വളരെ ദുഷിച്ചവും നീചവുമായ ഇസ്ലാമിക പ്രമാണങ്ങൾ കന്യമായ ഈ ഒരു വിശ്വാസം, അതിനെ പൂർണ്ണമായ രൂപത്തിൽ അവഗണിക്കാൻ കേരളീയ മുസ്ലിങ്ങൾക്കാവേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടുന്നതിന്റെ ഗൗരവത്തെ പല ആവർത്തി നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ വഇദാ സഅലക ഇബാദി, എൻ്റെ അടിയാന്മാർ എന്നെക്കുറിച്ച് പ്രവാചകരെ താങ്കളോട് ചോദിക്കപ്പെട്ടാൽ ഫഇന്നി ഖരീബ്, ഞാൻ അവനോട് ഏറ്റവും കൂടുതൽ സമീപസ്ഥനാണ് എന്ന് പറയുകയാണ്. വിശുദ്ധ ഖുർആന്റെ മറ്റൊരു ഭാഗത്ത് കാണാം, മിൻ ഹബലിൽ വരീദ്, മനുഷ്യന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണല്ല. അല്ലാഹുവോട് തേടൂ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലിൻ. വഖാല റബ്ബുകും ഉദ്ഊനി, ആ റബ്ബിനോട് നിങ്ങൾ തേടിയാൽ, പടച്ച റബ്ബിനോട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ, അസ്തജിബ് ലക്കും, ഞാൻ അവർക്ക് ഉത്തരം നൽകുന്ന. ഏത് പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും, ഇന്ന മഅയ റബ്ബി സയഹ്ദി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നാൽ അത് ഏറ്റവും അടിസ്ഥാനപരമായ ആദർശവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. റസൂൽ തന്നെ കൃത്യമായി ആവർത്തിച്ചത് പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ല വഇദി ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ. ഇദാ സഅൽത ഫസ്അൽ, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് ചോദിക്കുക. ഇനി സഹായം തേടുകയാണെങ്കിലും റബ്ബിനോട് തേടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ ആരെയും മുൻനിർത്തി റസൂൽ തന്റെ ജീവിതത്തിലെ ഒരു പ്രയാസത്തിന്റെ സന്ദർഭത്തിലും റബ്ബിനോട് തേടിയിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ അനേകം പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ കാണാം. ആ പ്രാർത്ഥനകളിലെവിടെയും ഒരു രൂപത്തിലുള്ള ഇടയാളന്മാരെയും കൊണ്ടുവന്നുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണുക സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ട അന്ന് മുതൽ, മരണപ്പെട്ടത് മുതൽ സ്വഹാബത്തിനിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. സ്വഹാബിമാർ ഒരുപാട് കാലം ജീവിച്ചു, പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി. എന്നിട്ട് ഒരു സ്വഹാബി പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകനെ ഇടയാളനാക്കി റബ്ബിനോട് തേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സർക്കുലർ ഇറക്കിക്കൊണ്ട് പറഞ്ഞ സുന്നി എന്ന പേരിൽ, സുന്നി എന്ന ലേബലിൽ പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിന്, വിശ്വാസികൾക്ക്, അതല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് ഒരു ബന്ധവുമില്ല എന്ന് ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതുകൊണ്ട് തന്നെ ഈ തൗഹീദിന്റെ ആദർശത്തിന്റെ വിഷയത്തിൽ ഏറ്റവും അടിയുറച്ചു നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആവേണ്ടതുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്ത് തൗഹീദിന്റെ ഉന്നതമായ കലിമ ഉച്ചരിച്ച് മരണപ്പെടുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.